Welcome to class 11 physics. This is second law of thermodynamics, class number P97, and this class is for class 11 students of HSC, CBC and ISC, chapter 12 continuing thermodynamics. Today we see second law of thermodynamics and also the isothermal process. What is second law of thermodynamics? We see the statement. It has two statements. One is called a Kelvin statement and other is the Cauchy statement. The first statement is called a Kelvin statement and the second statement is called a Cauchy statement. The Kelvin statement is also called a Kelvin-Planck statement. And this is a statement. It is impossible to get a continuous supply of work from a body by cooling it to a temperature lower than of its surroundings. It is impossible to get a continuous supply of work from a body or engine by cooling it to a temperature lower than its surroundings. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ ആദ്യം പറയുക. ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് രണ്ട് പ്രസ്താവനയുണ്ട്. ഒന്ന് കെൽവിൻ്റെ പ്രസ്താവന, രണ്ടാമത്തെ ക്ലോഷ്യസിൻ്റെ പ്രസ്താവന. കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും, കെൽവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ക്ലോഷ്യസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടും ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള മാനറിലാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് എ കണ്ടിന്യൂസ് സപ്ലൈ വർക്ക് ഫ്രം എ ബോഡി ഓർ എഞ്ചിൻ ബൈ കൂളിംഗ് ഇറ്റ് ടു എ ടെമ്പറേച്ചർ ലോവർ ദാൻ ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഒരു വസ്തു, ഒരു ഹോട്ട് ബോഡി ഉണ്ട്, അതിൽ നമ്മൾ ഹീറ്റ് എടുത്തിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യുന്നത് ആ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിൻ്റെ എത്തുന്നത് വരെ, അതിന് താഴെ പോയിട്ട് വരുന്നില്ല. നമുക്ക് ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എടുത്ത് വർക്ക് ചെയ്യാം. ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എടുത്ത് വർക്ക് ചെയ്യാം. എപ്പോൾ വരെ? ആ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ ജസ്റ്റ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ ആകുന്നവരെ അതിന് താഴെ പോയിട്ട് വർക്ക് ചെയ്യാനാവില്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ഹീറ്റ് എഞ്ചിൻ. ഫോർ ദി ഹീറ്റ് എഞ്ചിൻ ടു വർക്ക് ദ ടെമ്പറേച്ചർ ഓഫ് ദി സോഴ്സ് മസ്റ്റ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിങ്ക്. അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ്: സോഴ്സ്, സിങ്ക്, പിന്നെ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഈ സിലിണ്ടറിനകത്തുള്ളൊരു ഗ്യാസ്. ഫോർ ദി എൻജിൻ ടു വർക്ക് ദി ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് മസ്റ്റ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിങ്ക്. ദി എൻജിൻ വിൽ നോട്ട് വർക്ക് വെൻ ദ സോഴ്സ് ആൻഡ് സിങ്ക് ആർ ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ സിങ്കിനേക്കാൾ ഉയർന്ന ഊഷ്മാവിൽ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ ഒപ്പം എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ, സിങ്കിൻ്റെ ടെമ്പറേച്ചറിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുക പോസിബിൾ അല്ല. അപ്പോൾ ഓർക്കുക, ഒരു ഹീറ്റ് എഞ്ചിൻ പഠിക്കുമ്പോൾ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് സോഴ്സ്, രണ്ടാമത് സിങ്ക്, പിന്നെ ഒരു സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ്, വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് ഹീറ്റ് എടുക്കും, സിങ്കിലേക്ക് ഹീറ്റ് നൽകും, ആ ഡിഫറൻസ് ഹീറ്റ് വർക്കാക്കി മാറ്റും. അങ്ങനെ മാറ്റണമെങ്കിൽ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഉയർന്നിരിക്കണം. അതാണ് കണ്ടീഷൻ. ഇനി എന്താണ് ഈ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതും ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള മാനറിലാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു It is impossible to make heat flow from a body at a lower temperature to a body at a higher temperature without doing external work on the working substance. അപ്പോൾ താഴ്ന്ന ഊഷ്മാവിലുള്ള ഒരു വസ്തുവിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് ഉയർന്ന ഊഷ്മാവിലേക്കുള്ള വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണം, വർക്ക് കൊടുക്കണം. വർക്ക് കൊടുത്താൽ മാത്രമേ ഈ യന്ത്രം, റെഫ്രിജറേറ്റർ പോലുള്ള യന്ത്രം, താഴ്ന്ന ഊഷ്മാവിലുള്ള സിങ്കിൽ നിന്ന് ഉയർന്ന ഊഷ്മാവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ആ വർക്ക് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി രൂപത്തിലാണ്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു റെഫ്രിജറേറ്റേഴ്സ്. ഇപ്പോൾ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന ഡയറക്റ്റായിട്ട് എക്സാമ്പിളായിട്ട് വരുന്നത് ആ റെഫ്രിജറേറ്ററാണ്. The working substance will absorb heat from a cold body. കോൾഡ് ബോഡി ഒരു റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ കോൾഡ് ബോക്സാണ്. അവിടെ നിന്ന് ഹീറ്റ് എടുക്കും. only if work is done on it. അപ്പോൾ വർക്ക് അതിന് പുറത്ത് ചെയ്യാമെങ്കിൽ മാത്രമേ ഈ കോൾഡ് സ്റ്റോറേജിൽ നിന്ന്, കോൾഡ് ബോക്സിൽ നിന്ന് റെഫ്രിജറേറ്ററിൽ
വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് എടുക്കുകയുള്ളൂ. ദ വർക്ക് ഈസ് ഡൺ ബൈ ഇലക്ട്രിസിറ്റി. വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ്. റെഫ്രിജറേറ്റർ പ്രവർത്തിക്കാൻ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. ഇഫ് ആൻ എക്സ്റ്റേണൽ If no external work is done, this plant or refrigerator will not work. അപ്പോൾ ബാഹ്യമായിട്ട് വൈദ്യുതി ഇല്ലെങ്കിൽ, വൈദ്യുതി ഇല്ല എങ്കിൽ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യത്തില്ല. കോൾഡ് ബോക്സിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് റൂമിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് ലോയ്ക്ക് എല്ലാ പരീക്ഷകളും ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അത് കെൽവിൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത സിലബസിൽ പറഞ്ഞ കാര്യം ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ്. മാറ്ററിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റ്, വാതകാവസ്ഥ, വസ്തുക്കളുടെ വാതകാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 4 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ് നമ്മൾ പഠിക്കാറുള്ളത്: സോൾട്ട്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ. അപ്പം അതിലെ ഒരു സ്റ്റേറ്റാണ് ഈ ഗ്യാസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയും. ഗ്യാസ് ഈസ് വൺ ഓഫ് ദി 4 നാച്ചുറൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പം പ്രധാനമായിട്ട് 4 സ്റ്റേറ്റ്. ന്യൂ ഗ്യാസ് എന്ന് പറയുന്ന 5ാമത്തെ സ്റ്റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. മാറ്ററിന് പ്രധാനമായിട്ടും 4 സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പറയുകയാണ്. അതിൽ ഒരു സ്റ്റേറ്റാണ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഗ്യാസ് ഈസ് വൺ ഓഫ് ദി 4 നാച്ചുറൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ along with liquid, solid and plasma. A gas has no fixed shape. ഗ്യാസിന് പ്രത്യേക ഷേപ്പില്ല. or വോളിയം ഇല്ല. The atoms or molecules that make up the gas fill the container that holds them. ഗ്യാസ് ഏത് പാത്രത്തിൽ ഇരിക്കുന്നു ആ പാത്രത്തിൻ്റെ വ്യാപ്തം, ആ പാത്രത്തിൻ്റെ ഷേപ്പ് അത് ഗ്യാസ് സ്വീകരിക്കും. The gas expands until it is uniformly distributed throughout the container. അപ്പോൾ പാത്രത്തിൻ്റെ മൊത്തം വ്യാപിക്കുന്ന രീതിയിലാണ് ഗ്യാസ് ചൂടാക്കുമ്പോൾ വികസിക്കുന്നത്. ഈവൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ പോലും ഗ്യാസിൻ്റെ വികാസം യൂണിഫോം ആയിരിക്കും. അതാണ് ഗ്യാഷ്യസ് നേച്ചർ. ഇനിയും ചില പ്രോപ്പർട്ടി നമുക്ക് പറയാം ഗ്യാസിന്. ഗ്യാസസ് ആർ റിമാർക്കബിൾ ഇൻ ദാറ്റ് ദേ അപ്പിയർ ടു ഹാവ് നോ സ്ട്രക്ചർ അറ്റ് ആൾ. പ്രത്യേക ഘടന ഗ്യാസിനില്ല. ദേ ഹാവ് നൈദർ എ ഡെഫിനറ്റ് സൈസ് നോർ എ ഡെഫിനറ്റ് ഷേപ്പ്. Whereas ordinary solids have both a definite size and definite shape, and liquids have a definite size or volume even though their shape adopts to that of the container in which they are placed. അപ്പോൾ ലിക്വിഡിൻ്റെ ഷേപ്പ് കൃത്യമായിട്ടില്ല, അതിരിക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പ് സ്വീകരിക്കും. ഇനിയാണ് നമ്മൾ റിവേഴ്സൽ പ്രോസസ്സ്, റിവേഴ്സൽ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് വെച്ച് ചേഞ്ച്, ഒരു ഗ്യാസ് വികസിക്കുക, ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തതിനെയാണ് നമ്മളിവിടെ പ്രോസസ്സ് അല്ലെങ്കിൽ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് 2 ചേഞ്ചുകളാണ് ഗ്യാസിന്. ഒന്ന് ഐസോതെർമൽ ചേഞ്ച്, രണ്ടാമത് അഡിയബാറ്റിക് ചേഞ്ച്. എന്താണ് ഐസോതെർമൽ ചേഞ്ച്? വെൻ എ സിസ്റ്റം സഫേഴ്സ് എ ഫിസിക്കൽ ചേഞ്ച് under the condition that the temperature remains constant throughout the process is called an isothermal change. ഒരു ഗ്യാസ് വികസിക്കുന്നു അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ സെയിം ആയിട്ടിരിക്കും. The slow expansion or compression of a gas in which a gas is given enough time to acquire heat from or give out heat to the surroundings so that temperature remains constant. ഒരു ഗ്യാസിൻ്റെ പതുക്കെയുള്ള വികാസം, പതുക്കെയുള്ള സങ്കോചം, അതിൻ്റെ ഫലമായിട്ട് ഗ്യാസിന് പുറത്തുനിന്ന് ഹീറ്റ് എടുക്കാം അല്ലെങ്കിൽ പുറത്തെ ഹീറ്റ് കളയാം. അതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ എല്ലായ്പ്പോഴും സ്ഥിരമായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ടെമ്പറേച്ചറിന് മാറ്റമില്ലാതിരിക്കുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് isothermal process, isothermal change. When a gas suffers a physical change under the condition that the temperature remains constant throughout, അതിനെയാണ് നമ്മൾ ഐസോതെർമൽ ചേഞ്ച് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ T കോൺസ്റ്റൻ്റ് ആയിരിക്കും. The essential condition for isothermal process is that the system must be contained in a perfectly conducting chamber. ഒരു പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ചേമ്പറിലായിരിക്കണം ഈ ഗ്യാസ് ഇരിക്കേണ്ടത്. അതുമൂലം ഈ ഗ്യാസിന് പുറത്ത് ഹീറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഹീറ്റ് വലിച്ചെടുക്കാനും സാവകാശം കിട്ടും.
It should be slow. It should be slow enough to ensure a free exchange of heat. അത് സ്ലോ പ്രോസസ് ആയിരിക്കണം ഐസോതെർമൽ. തൽഫലമായിട്ട് ഹീറ്റ് പുറത്തേക്ക് കളയാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ അതിന് ഗ്യാസിന് കഴിയണം. ദിസ് എൻഷ്വേഴ്സ് എ കോൺസ്റ്റൻസി ഓഫ് ടെമ്പറേച്ചർ. ഇതുമൂലം വസ്തുവിലെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് ചില ഇക്വേഷൻ ഉണ്ട്. ആദ്യം ഫസ്റ്റ് ലോ വെച്ചുള്ള ഇക്വേഷൻ പറയാണ്. ഫസ്റ്റ് ലോ നമുക്കറിയാം ഡി ക്യൂ ഈസ് ഡി യു പ്ലസ് ഡി ഡബ്ല്യു, അല്ലെങ്കിൽ ഡി യു പറഞ്ഞാൽ ഡി ക്യൂ മൈനസ് ഡി ഡബ്ല്യു എന്ന് പറയും. ഇവിടെ ഐസോതെർമൽ പ്രോസസ്സിൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് 0 ഈസ് ഈക്വൽ ടു ഡി ക്യൂ മൈനസ് ഡി ഡബ്ല്യു എന്ന് പറയാം. അപ്പോൾ ഡി ക്യൂ ഈസ് ഡി ഡബ്ല്യു. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഹീറ്റ് ഗിവൺ ഔട്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു വർക്ക്. അതാണ് ഇക്വേഷൻ. ഡി ക്യൂ ഈസ് ഡി ഡബ്ല്യു. അതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് ലോ വെച്ച് പറഞ്ഞാൽ. Thus, in an isothermal process, heat absorbed by the system is equal to the work done. Heat absorbed, അല്ലെങ്കിൽ ഹീറ്റ് ഗിവൺ ഔട്ട്, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഓർ വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് ആയിട്ട് മാറും. ഈ നമ്മൾ ആക്ച്വൽ ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ വെച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഐസോതെർമൽ പ്രോസസ്സിന് കൊടുത്തത്. ഇനി നമ്മൾ പറയുന്നത് ഈ ഐസോതെർമൽ പ്രോസസ്സിന് ഇക്വേഷൻ. നമുക്കറിയാം PV/RT ഗ്യാസ് ഇക്വേഷൻ എല്ലാ ഗ്യാസിനും ബാധകമായിട്ടുള്ള ഒരു ഇക്വേഷനായിട്ടാണ് PV/RT പറയുന്നത്. P പ്രഷർ, V വോളിയം, R is the universal gas constant, T is absolute temperature. That we write here. According to kinetic theory, the gas equation for 1 mole of gas is given by PV's capital RT. ക്യാപിറ്റൽ ആറിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ ആർ ഇസ് 8.314. 8.314 ജൂൾ മോൾ റേസ് ടു -1 K റേസ് ടു -1 എന്നാണ് അതിൻ്റെ യൂണിറ്റ്. 6 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ഗ്യാസിൻ്റെയും 1 മോളിൻ്റെ ഇക്വേഷനാണ്, പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷനാണ്. ഇന്നാൻ ഐസോതെർമൽ ചേഞ്ച് T is a constant. നമ്മൾ പഠിച്ചു ഐസോതെർമൽ ചേഞ്ചിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഹെൻസ് ദ ഇക്വേഷൻ ബിക്കംസ് PV is equal to R into temperature. Temperature is constant. R is a constant, temperature is a constant, R into T is a constant. Therefore, PV is equal to constant. PV is equal to constant K. That is the equation for isothermal change. Now there is a short answer question. Work done by the gas in an isothermal process. Work done by the gas. It can be asked as a simple derivation. Work done by the gas in an isothermal process. Consider 1 mole of a gas, perfect gas, undergoing isothermal change at a pressure P and temperature T. When the volume of the gas increases by a small amount dV, the small work done is given by dW is PdV, equation number 1. So, in order to find the total work, we have to integrate the equation. Mathematics, the total work done is equal to, when the volume changes from V1 to V2, is given by W is equal to integral V1 to V2 PdV. That is equation number 2. That we integrate. Before integration, we have to replace P by RT by V. You know, PV is equal to RT, therefore P is RT by V. അത് ആ മോളിട്ടം കൊടുക്കുക. ആ ഇക്വേഷൻ നമ്പർ 2 പിയുടെ സ്ഥാനത്ത് P is equal to RT by V എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ W is equal to integral V1 to V2 RT by V dV. എഴുതാൻ പഠിക്കണം. ഇൻ്റഗ്രൽ സൈനാണ്. അതിൻ്റെ ലോവർ ലിമിറ്റ് V1, അപ്പർ ലിമിറ്റ് V2, RT by V. പിയുടെ വാല്യൂ dV. RT നമ്മൾ കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുക്കും. ഇൻ്റഗ്രൽ V1 by V2 dV by V. ദാറ്റ് ഈസ് RT log V ഫ്രം V1 to V2. ലിമിറ്റ് കൊടുക്കുമ്പോൾ RT log V2 by V1 to the base C. This is natural logarithm. To convert into common logarithm, we have to multiply it by 2.303. On multiplication, we get W is equal to 2.303 RT log V2 by V1 to the base 10. അതായത് മോളിൽ കാണുന്ന ഇക്വേഷനെ അത് നാച്ചുറൽ ലോഗരിതം ഇക്വേഷനാണ്. നാച്ചുറൽ ലോഗരിതം വെച്ച് ഉള്ള ഇക്വേഷനാണ്. അതിനെ നമ്മൾ കോമൺ ലോഗരിതം ആക്കണമെങ്കിൽ ചെയ്യുന്ന രീതി 2.303 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പോൾ ലോഗ് ടു ദ ബൈസ് C എന്നുള്ളത് ലോഗ് ടു ദ ബൈസ് 10 ആയിട്ട് മാറും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ ഫോർ ഐസോതെർമൽ വർക്ക് ഈസ് W is equal to 2.303 RT log V2 by V1 to the base 10. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്.
സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ രണ്ടും പറയണം, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും പറയണം. അല്ലെങ്കിൽ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്, കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകം ചോദിക്കുക. അപ്പോൾ പ്രത്യേകം എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. നമ്മൾ പറഞ്ഞു. ഡിഫൈൻ ഐസോതെർമൽ പ്രോസസ്. ഇപ്പോൾ എഴുതി. ഗിവ് ആൻ ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. PV=K എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഐസോതെർമൽ വർക്ക് ഡൺ. ഐസോതെർമൽ വർക്ക് ഡൺ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് W= 2.303 RT log V2 by V1 to the base 10. പിന്നെ അടുത്ത ഡിസ്റ്റിങ്വിഷ്, ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ പറയുക. ഒരു 2 എക്സാമ്പിൾ ഞാനിവിടെ നിങ്ങളുടെ അറിവിലേക്ക് കൊടുക്കുന്നുണ്ട്, പഠിച്ചാൽ മതി. 2 എക്സാമ്പിൾസ്. സം എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾ ഇവിടെ പറയുന്നുള്ളൂ, കൂടുതൽ പറയുന്നില്ല. നമ്പർ 1, when ice melts at a temperature of 0 degrees Celsius, then the whole ice melts, but the temperature of the system remains the same over the period of time. Hence, this is an example of isothermal process. ഐസ് ഉരുക, മെൽറ്റിംഗ് ഓഫ് ഐസ് ഐസോതെർമൽ പ്രോസസ് ആണ്. കാരണം 0 ഡിഗ്രി സിയിൽ ഐസ് ഉരുകുമ്പോൾ ടെമ്പറേച്ചർ മാറ്റിയില്ല. ടെമ്പറേച്ചർ മാറിയില്ല എങ്കിൽ ആ പ്രോസസ് ഐസോതെർമലാണ്. അടുത്തൊരു എക്സാമ്പിൾ, all the thermodynamic reactions which occur inside the refrigerator are isothermal processes because the temperature of the refrigerator remains constant. ഒരു റെഫ്രിജറേറ്ററിന് ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഐസോതെർമലാണ്. കാരണം റെഫ്രിജറേറ്ററിൻ്റെ മൊത്തം ടെമ്പറേച്ചറിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. 2 എക്സാമ്പിൾ. That is all with your 97th class. We continue our lecture. Thank you very much.